യാത്ര വചന വഴിയെ ഹൃദയമയലുകൾ തേടി വാഗ്ദത്ത നാട്ടിലേക്കൊരു യാത്ര പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട് പുറപ്പാട് പുറപ്പാട്. ഷാലോം ടി വിയിലൂടെ പുറപ്പാട് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എൻ്റെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കേണ്ട വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ആ തിരുവചനം ഇതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശു നമുക്ക് ധൈര്യം നൽകിക്കൊണ്ട് നൽകുന്ന ഒരു വചനമാണിത്. ഈ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാനാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന പ്രചോദനം. മനുഷ്യരായ നമ്മുടെ ഹൃദയം പല കാരണങ്ങളാൽ അസ്വസ്ഥമാകും. ഈ ദിവസങ്ങളിൽ ഗൾഫിലെ പല കമ്പനികളിൽ നിന്നും പലരെയും പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു. ജോലി പലർക്കും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ജീവിതം കുറേ കൂടി മെച്ചപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് അനേകം യുവതി യുവാക്കൾ കടന്നു വന്നിട്ടുണ്ട്. അവർ പല കമ്പനികളും കയറിയിറങ്ങുന്നു. ജോലി ലഭിക്കാതെ വരുമ്പോൾ, അവരുടെ വിസ കാലാവധി തീർന്നുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ദിവസം കഴിയും തോറും അവരുടെ ഹൃദയം അസ്വസ്ഥമായിക്കൊണ്ടിരിക്കുകയാണ്. ജോലി നഷ്ടപ്പെട്ടവർ എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കും? എങ്ങനെ അവരുടെ അനുദിന ചെലവുകൾ നിർവഹിക്കാനായിട്ടുള്ള വരുമാനം കണ്ടെത്തും? നാട്ടിൽ വീട് പണിതുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചെറിയ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെ വീട്ടും? ഹൃദയം അസ്വസ്ഥമാകുകയാണ്. പല കാരണങ്ങളാൽ മനുഷ്യരുടെ ഹൃദയം അസ്വസ്ഥമാകും. എന്നാൽ യേശു തറപ്പിച്ചു പറയുകയാണ്, നമുക്ക് ധൈര്യം തന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ പ്രശ്നം എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട്. യേശുവിൻ്റെ പക്കൽ പരിഹാരമുണ്ട് എന്നുള്ളതിന് എന്താണ് തെളിവ്? അനേകം ജനങ്ങളുടെ അനുഭവമാണത്. അവരിലേക്ക് തിരിഞ്ഞ് അവനോട് ആലോചന ചോദിച്ചു കഴിയുമ്പോൾ വചനത്തിലൂടെ തന്നെ അവൻ ഉത്തരം നൽകുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലെ 28-ാമത്തെ അധ്യായം, മത്തായിയുടെ സുവിശേഷത്തിലെ അവസാനത്തെ അധ്യായമാണ്. അവസാനത്തെ 3 വാക്യങ്ങൾ, മത്തായി 28, 18, 19, 20 വാക്യങ്ങൾ. അവിടെ യേശു ഇങ്ങനെ അവകാശപ്പെടുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജനതകളെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ. അവിടുന്ന് പ്രത്യേകിച്ച് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളവയെല്ലാം അവരെ പഠിപ്പിക്കുവിൻ.
ലോക അവസാനം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സകലത്തിൻ്റെ മേൽ അധികാരമുള്ള, സകലതും സൃഷ്ടിച്ച, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ച ആ യേശു നമുക്ക് ഉറപ്പ് നൽകുകയാണ്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഹൃദയം അസ്വസ്ഥമാക്കപ്പെട്ട് അതിന് ഒരു പരിഹാരം കണ്ടെത്താൻ പരിശ്രമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരൻ ഒരിക്കൽ എൻ്റെ അടുക്കൽ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഒമാനിൽ ഗാല പള്ളിയിലെ വികാരിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ആ സഹോദരനെ അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം ഇതാണ്. വിവാഹം കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ആദ്യത്തെ കുഞ്ഞ് ഭാര്യയുടെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടു. അവളെ ചികിത്സിച്ച ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു, ഈ കുഞ്ഞ് അംഗവൈകല്യത്തോടുകൂടി ജനിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് കുഞ്ഞ് വേണോ വേണ്ടയോ എന്ന് നിങ്ങളിപ്പോൾ തീരുമാനിക്കുക. വർഷങ്ങൾ കാത്തിരുന്നതിന് ശേഷം കിട്ടിയ ഒരു കുഞ്ഞാണ് ഉദരത്തിൽ ഉരുവാക്കപ്പെട്ട ആ കുഞ്ഞ്. ആ കുഞ്ഞിന് വേണ്ടാന്ന് വെക്കണമോ, അതുമല്ല എങ്കിൽ എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ആ കുഞ്ഞിന് വേണം എന്നുള്ള തീരുമാനമെടുക്കണമോ എന്നുള്ള ചിന്തയിൽ ഒരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെടാതെ ഹൃദയം അസ്വസ്ഥമായി എൻ്റെ അടുക്കൽ വന്നു പ്രാർത്ഥിച്ചു. ഞാൻ അല്പം നേരം പ്രാർത്ഥിച്ചപ്പോൾ സങ്കീർത്തനം 127 വായിക്കാനുള്ള ഒരു പ്രചോദനം കിട്ടി. ഞാൻ സങ്കീർത്തനം 127 വായിക്കാൻ തുടങ്ങി. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ ജോലിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു എന്ന് തുടങ്ങുന്ന ആ സങ്കീർത്തനം ഏതാണ്ട് 3-ാമത്തെ വാക്യം മുതൽ വായിച്ചപ്പോൾ അവിടെ ഇങ്ങനെ ഒരു പ്രസ്താവന കണ്ടു. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ഹൃദയം അസ്വസ്ഥപ്പെട്ടിരുന്ന ആ സഹോദരൻ പറഞ്ഞു, എൻ്റെ ചോദ്യത്തിന്, സംശയത്തിന് ഇതാ പരിഹാരം കണ്ടു കഴിഞ്ഞു വെച്ചോ. ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ, ദാനമായി എൻ്റെ ഭാര്യയുടെ ഉദരത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആ കുഞ്ഞിന് എന്തു തന്നെ സംഭവിച്ചെന്നാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ആ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി വചനത്തിൽ നിന്ന് കിട്ടിയ ബോധ്യത്തിലൂടെ അദ്ദേഹം തിരികെ പോയി. ഭാര്യ തുടർന്ന് ഡോക്ടറെ കൂടെ കണ്ടുകൊണ്ടിരുന്നു. ഗൈനക്കോളജിസ്റ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഡേറ്റ് അടുത്തുകൊണ്ടിരുന്ന കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. ഒമാനിലെ റോയൽ ഒമാൻ ആസ്പത്രിയിൽ ആണ് അവർ അഡ്മിറ്റ് ചെയ്തത്. അവിടെ നല്ല ചികിത്സകൾ കിട്ടി, സുഖമായിട്ട് പ്രസവിച്ചു. നല്ല ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ആ ആസ്പത്രിയിൽ വെച്ച് ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ ഭാര്യ ജന്മം കൊടുത്തു, പ്രസവിച്ചു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഡിസ്ചാർജ് ചെയ്യുവാൻ ബില്ലടയ്ക്കുന്നതിന് ആ കൗണ്ടറിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ബില്ല് വലിയ ഒരു തുകയാണ്. ഒരു സാധാരണ വർക്ക്ഷോപ്പ് നടത്തി അനുദിന ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന ആ വ്യക്തിക്ക് ഈ വലിയ തുക കൊടുക്കുവാനായിട്ട് കയ്യിൽ പണമില്ല. അദ്ദേഹം ഉടനെ പുറത്തേക്കിറങ്ങി തനിക്ക് പരിചയമുള്ള കൂട്ടുകാരെയൊക്കെ കണ്ടു. കുറേ ആൾക്കാരിന്ന് പണമൊക്കെ കടം വാങ്ങി ഈ ബില്ലടയ്ക്കുന്നതിന് വേണ്ടി അദ്ദേഹം വൈകിട്ട് കൗണ്ടറിൽ ചെല്ലുകയാണ്. കൗണ്ടറിലിരിക്കുന്ന ആൾ പറഞ്ഞു, ഞാനിപ്പോൾ ഇന്ന് കൗണ്ടർ ക്ലോസ് ചെയ്യുകയാണ്, അടുത്ത ദിവസം വന്നടച്ചാൽ മതി. അദ്ദേഹം അടുത്ത ദിവസം ചെന്ന് ഈ പൈസ അടക്കുവാൻ കൗണ്ടറിൽ ചെന്നപ്പോൾ ആ കൗണ്ടറിലിരിക്കുന്ന ആൾ പറഞ്ഞു, ഓ, പ്രസവാവശ്യത്തിനുള്ള ബില്ലാണല്ലേ, രാജാവ് ഉത്തരവിട്ടിരിക്കുകയാണ്, ഇന്നു മുതൽ പ്രസവ ആവശ്യത്തിന് ഒരു പൈസയും ഫീസും ഈടാക്കേണ്ട ആവശ്യമില്ല, പ്രസവ ആവശ്യത്തിനുള്ള ശുശ്രൂഷ ഫ്രീ ആണ് എന്ന് രാജാവ് ഉത്തരവിട്ടിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് തൻ്റെ ആ ഉറച്ച തീരുമാനമെടുത്ത് കുഞ്ഞിന് എന്തു തന്നെ സംഭവിച്ചാലും ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നുള്ള ആ വിശ്വാസത്തോടെ മുന്നോട്ട് പോയപ്പോൾ
ദൈവത്തിൻ്റെ ഇടപെടലുകൾ നോക്കുക. നമുക്ക് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റാത്ത വിധത്തിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ ദൈവത്തിൻ്റെ പക്കൽ പദ്ധതികളുണ്ട്, മാർഗങ്ങളുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ ആ കഷ്ടത നിറഞ്ഞ സാഹചര്യത്തിൽ അവനെ സഹായിക്കുവാനായിട്ട് ഒരു രാജ്യത്തെ നിയമം പോലും മാറ്റുവാൻ ദൈവം വഴിയൊരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതിൻ്റെ പ്രത്യേകത ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ നിയമം വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. ഇന്ന് ഈ ദിവസം മുതൽ ഇനി പ്രസവ ആവശ്യത്തിനെന്നല്ല, ഏത് ആവശ്യത്തിനും ആസ്പത്രിയിൽ ചികിത്സ സ്വീകരിക്കുന്നവർക്ക് അവർ ഫീസ് അടയ്ക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ്റെ ആ ആവശ്യഘട്ടത്തിൽ ഒരു രാജ്യത്തെ നിയമം പോലും മാറ്റുവാൻ ദൈവത്തിന് സാധിക്കുമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. പരിഹാരം ദൈവത്തിൻ്റെ പക്കലാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നിപ്പോൾ ആ ചെറുപ്പക്കാരൻ, ആ കുഞ്ഞ് നല്ല ആരോഗ്യദൃഢഗാത്രനായ ഒരു യുവാവായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനിത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഈ സഹോദരൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് പണ്ടേ മുതൽ ഈ സംഭവം പങ്കുവയ്ക്കുക. കാരണം ഇത് വായിക്കുന്ന പലർക്കും, ഇത് കേൾക്കുന്ന പലർക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള ബോധ്യം കിട്ടുന്നു, പ്രചോദനം കിട്ടുന്നു, ദൈവത്തിങ്കിലേക്ക് തിരിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മറ്റ് പല സാഹചര്യങ്ങളിലും പല വ്യക്തികൾ നേരിട്ടുകൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് എങ്ങനെ ബൈബിളിലൂടെ പരിഹാരം കണ്ടെത്താൻ സാധിച്ചു എന്നതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് ചിന്തിക്കാം. ഞാൻ വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതും അനുഭവിച്ചിട്ടുള്ളതുമായ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ തുടർന്ന് പങ്കുവയ്ക്കുകയാണ്. ഞാൻ വായിക്കുവാനിടയായി സിംസൺ എന്ന ഒരു ഡോക്ടർ, അദ്ദേഹം നല്ലൊരു എക്സ്പേർട്ട് സർജനായിരുന്നു. ഒരുപാട് മേജർ ഓപ്പറേഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്, വിജയപ്രദമായി തന്നെ. എങ്കിലും ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നം ഇതായിരുന്നു: രോഗികൾക്ക് അവരെ ബോധം കെടുത്താനായിട്ടുള്ള മരുന്ന് കണ്ടുപിടിച്ചിരുന്നില്ല. ആയതിനാൽ ആ രോഗികൾ അവരുടെ പച്ച മാംസത്തിൽ കത്തിവെക്കുമ്പോഴുള്ള ആ വേദന കൊണ്ട് കിടന്ന് പുളയുകയും കരയുകയും ചെയ്യുമായിരുന്നു. ആ പുളച്ചിൽ നിർത്താൻ വേണ്ടി ചിലപ്പോൾ കയ്യോ കാലോ ഒക്കെ കെട്ടിയിട്ടെന്നിരിക്കാം, അല്ലെങ്കിൽ നല്ല ആരോഗ്യമുള്ളവരെ കൊണ്ട് അമർത്തി പിടിച്ചെന്നിരിക്കാം. ഈ ശബ്ദം കാറിൽ കേൾക്കാതിരിക്കാൻ വേണ്ടി വായിൽ തുണികൾ വെച്ച് ആ ശബ്ദം നിയന്ത്രിക്കാൻ പരിശ്രമിച്ചിരുന്നു. എങ്കിലും പച്ച മാംസത്തിൽ മൂർച്ചയുള്ള കത്തി വയ്ക്കുമ്പോഴുള്ള വേദന കൊണ്ട് രോഗികൾ കരയുന്നത് ഇദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു, കർത്താവേ, ഈ അവസ്ഥയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണമേ. അദ്ദേഹത്തിനൊരു പ്രചോദനം കിട്ടുകയാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈബിൾ വായിക്കുക, ബൈബിൾ എടുത്ത് വായിക്കുക. പക്ഷേ ബൈബിള് അക്കാലത്ത് ആരുടെയും കയ്യിൽ സ്വന്തമായിട്ട് ബൈബിള് വളരെ അപൂർവമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഏതെങ്കിലും ലൈബ്രറിയിൽ ഉണ്ടായിരുന്നിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ തീർച്ചയായിട്ടും ബൈബിളുണ്ട്. അദ്ദേഹം പള്ളിയിൽ ചെന്ന് പരിചയമുള്ള വികാരിയച്ഛനെ കണ്ട് ആ ബൈബിള് കടം വാങ്ങി വായിക്കാൻ തുടങ്ങി. ഉൽപ്പത്തി പുസ്തകം 1-ാമത്തെ അധ്യായം മുതൽ അദ്ദേഹം വായിച്ചു, പ്രാർത്ഥനാപൂർവ്വം വായിച്ചു. 2-ാമത്തെ അധ്യായത്തിൽ 18-ാമത്തെ വാക്യം മുതൽ അദ്ദേഹം ഇങ്ങനെ വായിക്കുകയാണ്. അദ്ദേഹം ആ ഭാഗം ഇങ്ങനെ വായിക്കുമ്പോൾ അദ്ദേഹത്തിന് ഉത്തരം കിട്ടുകയാണ്. ദൈവമായ കർത്താവ് അരുളി ചെയ്തു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന് ചേർന്ന ഒരു ഇണയെ ഞാൻ നൽകും. ദൈവമായ കർത്താവ് ഭൂമിയിലെ സകല മൃഗങ്ങളെയും ആകാശത്തിലെ സകല പക്ഷികളെയും മണ്ണിൽ നിന്ന് രൂപപ്പെടുത്തി അവയ്ക്ക് മനുഷ്യൻ എന്തു പേരിടണമെന്ന് അവിടുന്ന് അവയെ അവൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. മനുഷ്യൻ വിളിച്ചത് അവയ്ക്ക് പേരായിത്തീർന്നു. എല്ലാ കന്നുകാലികൾക്കും ആകാശത്തിലെ പറവകൾക്കും വയലിലെ മൃഗങ്ങൾക്കും അവൻ പേരിട്ടു. എന്നാൽ തനിക്കിണങ്ങിയ തുണയെ കണ്ടില്ല. അതുകൊണ്ട് ദൈവമായ കർത്താവ് മനുഷ്യനെ ഒരു ഗാഠനിദ്രയിൽ ആഴ്ത്തി. ഉറങ്ങിക്കിടന്ന
അവൻ്റെ വാരിയെല്ലുകളിൽ നിന്ന് ഒരു എല്ല് എടുത്തതിന് ശേഷം അവിടം മാംസം കൊണ്ട് മൂടി മനുഷ്യരിൽ നിന്ന് എടുത്ത വാരിയെല്ലുകൊണ്ട് അവിടുന്ന് ഒരു സ്ത്രീക്ക് രൂപം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പ്രകാരം ലോകത്തിലെ ആദ്യത്തെ മേജർ സർജറി ആണ് ദൈവം നടത്തി കാണിക്കുകയാണ്. ഒരു മനുഷ്യനെ ഗാഢമായ നിദ്രയിൽ ആഴ്ത്തി അവൻ്റെ ഒരു വാരികല്ല് ഊരിയെടുത്തു, ആ ഗ്യാപ്പിൽ മാംസം കൊണ്ട് നിറച്ചു. ആദം ഇതൊന്നും അറിഞ്ഞുപോലുമില്ല. ഡോക്ടർ സിംസന് ഒരു ക്ലൂ കിട്ടുകയാണ് തൻ്റെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുവാൻ. രോഗികളെ ബോധം കെടുത്തുവാൻ സാധിക്കുകയാണെങ്കിൽ, ഗാഠനിദ്രയിൽ ആഴ്ത്തുവാൻ സാധിക്കുകയാണെങ്കിൽ ആ വേദന അവർക്ക് അനുഭവപ്പെടുകയില്ല, അവർ കരയുകയില്ല. അദ്ദേഹവും കൂട്ടുകാരും ചേർന്ന് പല മരുന്നുകളും പ്രയോഗിച്ചു നോക്കാൻ തുടങ്ങി. ക്ലോറോഫോം ശ്വസിച്ചപ്പോൾ അദ്ദേഹം ബോധം കെട്ട് താഴെ വീണു. കൂടെയുള്ള ടീമംഗങ്ങൾ അദ്ദേഹത്തിന് മറ്റ് മറുമരുന്നുകൾ കൊടുത്ത് ബോധം വീണ്ടെടുത്തു. അവർക്ക് മനസ്സിലായി ക്ലോറോഫോം മനുഷ്യനെ ബോധം കെടുത്താനായിട്ട് ഉപയോഗിക്കാം. അങ്ങനെ അവർ അനസ്തേസിയ കണ്ടുപിടിച്ചു അത്രേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മെ അലട്ടുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് ഓർക്കുക. പരിഹാരമാകട്ടെ ദൈവത്തിൻ്റെ പക്കലാണ്. ഞാൻ തിരുവനന്തപുരത്ത് ആണ് എൻ്റെ വൈദിക ജീവിതം തുടങ്ങിയത്. അവിടെ ഒരു കുടുംബം, എനിക്ക് വളരെ പരിചയമുള്ള കുടുംബം, അവരെൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട്സാണെന്ന് പറയാം. അവർക്ക് 2 മക്കളാണ്. ആ 2 മക്കളിൽ രണ്ടാമത്തെ കുട്ടി ആൺകുട്ടി, ആദ്യത്തെ കുട്ടി പെൺകുട്ടിയാണ്. ആ മക്കൾ ഇങ്ങനെ വളർന്നു വരികയാണ്. രണ്ടാമത്തെ കുട്ടി അതിൻ്റെ നീന്തി നടക്കുന്ന പ്രായമായപ്പോൾ വീട്ടമ്മ രാവിലെ എഴുന്നേറ്റ് മുറ്റം അടിച്ച് വൃത്തിയാക്കുകയാണ്. അപ്പോൾ കുഞ്ഞ് കരഞ്ഞപ്പോൾ അവനെ എടുത്തു കൊണ്ടുവന്ന് ആ മുറ്റത്തിരുത്തി അവർ മുറ്റമടിക്കൽ തുടർന്നു. അപ്പോൾ ഭർത്താവ് രാവിലെ എഴുന്നേറ്റ് ഒരു സിഗരറ്റും വലിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്നു. ആ വലിച്ചു തീർന്ന സിഗരറ്റ് കുറ്റി മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ നീന്തി നടക്കാൻ പ്രായമായ മകൻ അവിടെ ഇരിക്കാൻ, അവൻ നീന്തിച്ചെന്ന് ഈ സിഗരറ്റ് കുറ്റി എടുത്ത് വായിൽ വെച്ച് ഡാഡി വലിച്ചു വലിങ്ങനെ വായിൽ വെക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ സ്ത്രീ കണ്ടു. അവൻ്റെ അമ്മ കണ്ടപ്പോൾ അവൾക്ക് വളരെ പ്രയാസം തോന്നി. ഉടനെ ഭർത്താവിനെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ അതേ ഇത് നോക്കിയേ. അപ്പോൾ ഭർത്താവ് വളരെ അഭിമാനത്തോട് പറയുകയാണ്, കണ്ടോടി അവൻ എൻ്റെ മകനാണ്, ഞാൻ ചെയ്യുന്നത് അതേപോലെ അനുകരിക്കുന്ന എൻ്റെ മകനാണ്. അത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് പ്രയാസമായി, ദേഷ്യം വന്നു. എങ്കിലും ഒന്നും പറഞ്ഞില്ല. അവർ പ്രാർത്ഥിച്ചു, എൻ്റെ ഭർത്താവ് ഈ കുഞ്ഞിൻ്റെ പിതാവ് ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആ കുഞ്ഞും അത് തന്നെ ചെയ്ത് ശീലിക്കുകയല്ലേ, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർ എഫേസുകാർക്ക് എഴുതിയ ലേഖനം വായിക്കാനിടയായി. എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിലെ 4-ാമത്തെ അധ്യായത്തിൽ 29-ാമത്തെ വാക്യത്തിലൂടെ ദൈവം പൗലോസ്ലിഹായിലൂടെ പറയുകയാണ്, നിങ്ങളുടെ ആധരത്തിൽ നിന്ന് തിന്മയുടേതായ ഒരു വാക്കുപോലും പുറപ്പെടാതിരിക്കട്ടെ, മറിച്ച് നിങ്ങളെ കേൾക്കുന്നവർക്ക് ആത്മപ്രചോദനം നൽകുന്ന, അവരെ സഹായിക്കുന്ന സദ്വചനം അവസരോചിതമായി ഉപയോഗിക്കുക. അവർ വീണ്ടും പ്രാർത്ഥിച്ചു, എങ്ങനെ എൻ്റെ ഈ ഭർത്താവിനെ ഈ ദുർമാതൃക കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന പുകവലിക്കുന്ന ശീലത്തിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പറ്റും. അവർ ഭർത്താവിന് ഇഷ്ടമുള്ള മീൻ കറി ഒക്കെ പാകം ചെയ്തു. ഭർത്താവിനെ സന്തോഷത്തോടെ അദ്ദേഹം വൈകിട്ട് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ സ്വീകരിച്ചു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഭക്ഷണം പാകപ്പെടുത്തി വിളമ്പിക്കൊണ്ട് അവർ ഇപ്രകാരം പറഞ്ഞു, ചേട്ടാ ഒരു കാര്യം പറയട്ടെ, രാവിലെ ഇന്ന് നടന്ന സംഭവം ഓർക്കുന്നുണ്ടല്ലോ, ചേട്ടൻ വലിക്കുന്നത് കണ്ടാണ് നമ്മുടെ കുഞ്ഞ് ഇപ്പോഴേ ചേട്ടനെ അനുകരിക്കാൻ തുടങ്ങി. അവൻ്റെ ഭാവിയെ ഓർത്തെങ്കിലും ചേട്ടന് ഈ പുകവലി ഒന്ന് നിർത്താൻ പരിശ്രമിച്ചുകൂടെ? ഒന്ന് പരിശ്രമിച്ചു നോക്കൂ. സാധാരണ ഇങ്ങനെയുള്ള ഉപദേശങ്ങളൊക്കെ കേൾക്കുമ്പോൾ നീ ആരാടി എന്നെ ഉപദേശിക്കാൻ, എന്നെ ഉപദേശിക്കുകയൊന്നും വേണ്ടത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ആൾ
അവസരോചിതമായി സ്നേഹത്തോടു കൂടി അദ്ദേഹത്തോട് ഈ ആശയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പരിശ്രമിക്കാൻ വേണ്ടി. അദ്ദേഹം ഒരു ദിവസത്തിൽ 2 പാക്കറ്റ് സിഗരറ്റ് വലിക്കുമായിരുന്നു. അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റത്തില്ല എന്ന് ഭാര്യയ്ക്കും അറിയാം. ചേട്ടാ, ഒറ്റയടിക്ക് നിർത്തണമെന്നില്ല, പരിശ്രമിക്കൂ, എണ്ണം കുറച്ചു കൊണ്ടുവരൂ. അദ്ദേഹം പരിശ്രമിച്ചു. ഏതാണ്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ പുകവലി പാടെ നിർത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ നേരിടുന്ന ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. ബൈബിളിലൂടെ ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ക്ലൂസ് കിട്ടുകയാണ്. ആയതിനാൽ സഹോദരീ സഹോദരന്മാരെ, നമ്മെ അലട്ടുന്ന പ്രശ്നം എന്തുമായിക്കൊള്ളട്ടെ, അതിനൊക്കെ പരിഹാരം ദൈവത്തിൻ്റെ പക്കലുണ്ട്. ദൈവം ആര് വേണമെങ്കിലും അവൻ്റെ ഉപകരണമായി ഉപയോഗിക്കാം. നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായി. ഞാൻ ഒരു സംഭവം കൂടി ഓർക്കുകയാണ്. ഒരു ടീച്ചറിൻ്റെ സാക്ഷ്യമാണിത്. ഹൈസ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ SSLC പരീക്ഷയുടെ ആൻസർ പേപ്പറുകൾ വാല്യൂ ചെയ്യുവാൻ ഈ ടീച്ചറെ ഏൽപ്പിച്ചു. ആ ടീച്ചർ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ആ പേപ്പറുകളൊക്കെ വാല്യൂ ചെയ്തു, എല്ലാം ഭദ്രമായി മടക്കി കെട്ടി അവരെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ്റെ അടുക്കൽ ഈ പേപ്പർ തിരികെ കൊടുക്കുകയാണ്. ആ പേപ്പർ സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥൻ ഏത് ടീച്ചറിന് എത്ര പേപ്പർ കൊടുത്തു എന്നുള്ള ആ ലിസ്റ്റൊക്കെ നോക്കിയപ്പോൾ ഈ ടീച്ചറിൻ്റെ പേപ്പറെടുത്ത് നോക്കി 30 പേപ്പറുകൾ അവരെ ഏൽപ്പിച്ചിരുന്നു. അവരെ അതിൻ്റെ 20 പേപ്പറേ തിരികെ കൊടുത്തിട്ടുള്ളൂ. ടീച്ചറെ, ഇതൊന്ന് എണ്ണി നോക്കിയേ, ഈ ലിസ്റ്റിൽ ടീച്ചർ ഒപ്പിട്ട് വാങ്ങിച്ചിരിക്കുന്നത് 30 പേപ്പറുകളാണ്. ഇത് 20 പേപ്പറല്ലേ തിരികെ കൊണ്ടുവന്നിട്ടുള്ളൂ. മറ്റേ 10 പേപ്പർ കൂടി കൊണ്ടുവരിക. വളരെ ഗൗരവമുള്ള കാര്യമാണിത്. അവർ ആ പഴയ അസ്വസ്ഥതയായി. വീട്ടിൽ ചെന്ന് പെരക്കമൊക്കെ അരിച്ചു പെറുക്കി നോക്കിയിട്ടും പേപ്പറുകൾ കാണുന്നില്ല. അവരുടെ അസ്വസ്ഥത വീണ്ടും കൂടി. അടുത്ത ദിവസം അവർ പള്ളിയിൽ പോയി കുർബാനയിൽ പങ്കെടുത്തു, പ്രാർത്ഥിച്ചു. കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അവരുടെ കൂടെ പഠിപ്പിച്ചിരുന്ന വേറൊരു കൊളീഗ് ടീച്ചർ ഇവരെ കണ്ടപ്പോൾ, എടി നിനക്കെന്തു പറ്റി? നിൻ്റെ മുഖം പറയുന്നു നീ എന്തോ പ്രയാസത്തിലൂടെ കടന്നു പോകുന്നു, എന്തോ നിന്നെ അലട്ടുന്നുണ്ടല്ലോ. കാരണം മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണല്ലോ. നീ പറഞ്ഞത് ശരിയാടി, എന്നെ അലട്ടുന്ന പ്രശ്നം ഇതാണ്. ആൻസർ പേപ്പർ കാണുന്നില്ല. ഞാനിത് എന്ത് ചെയ്യും? അത് തിരികെ കൊടുത്തില്ലെങ്കിൽ എൻ്റെ ജോലി തെറിച്ചേക്കാം. ഈ ഡെയിലി പള്ളിയിൽ പോകുന്നവരാണ് ഈ കൊളീഗ് ടീച്ചർ. അവരൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വചനം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വന്നു. ആ വചനം ഇതാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യം അവരിങ്ങനെ വായിച്ചു. മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതെ ഇരിക്കുകയില്ല, അറിയപ്പെടാതെയും വെളിച്ചത്തു വരാതെയും ഇരിക്കുന്ന രഹസ്യവുമില്ല. ഈ വചനം മനസ്സിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, ഇതാണ് കർത്താവ് പറയുന്നത്, നീ അസ്വസ്ഥപ്പെടേണ്ട. നീ ഇപ്പോൾ മറിഞ്ഞിരിക്കുന്ന ഈ ആൻസർ പേപ്പറുകൾ ഇപ്പോൾ വെളിച്ചത്ത് വരും, നമ്മൾ കണ്ടെത്തും. ഞാനും നിൻ്റെ കൂടെ വീട്ടിലേക്ക് വരാം, നമുക്ക് ഒരുമിച്ച് അന്വേഷിക്കാം. അവർ രണ്ടുപേരും കൂടെ വീട്ടിൽ വന്നു, പ്രാർത്ഥിച്ചു. എന്നിട്ട് വലിയൊരു വീടാണ്, 3-4 ബെഡ്റൂംസ് ഉള്ള വീടാണ്. അവർ രണ്ടുപേരും കൂടി അന്വേഷിക്കാൻ തുടങ്ങി. ഒരു മുറിയിൽ ഒരു മൂലയിൽ കുറേ ന്യൂസ് പേപ്പറുകൾ ഇങ്ങനെ അട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്, ഉപയോഗിച്ച പേപ്പറുകൾ. ഈ കൊളീഗ് ടീച്ചർ ആ പേപ്പറുകളൊക്കെ ഒന്ന് എടുത്തൊന്ന് മറിച്ച് നോക്കിയപ്പോൾ ഒരു പേപ്പറിനുള്ളിൽ വളരെ ശ്രദ്ധയോടുകൂടി വാല്യൂ ചെയ്ത് ഭദ്രമായി കെട്ടി ഇതിനുള്ളിൽ വെച്ചിരിക്കുകയാണ് ഈ 10 ആൻസർ പേപ്പറുകൾ. എടി, പേപ്പർ കണ്ടു, ദാ പറഞ്ഞില്ലേ മറിഞ്ഞിരിക്കുന്നതൊന്നും വെളിച്ചത്ത് വരാതിരിക്കുകയില്ലെന്ന്. അവർക്ക് സന്തോഷമായി ആ പേപ്പർ തിരികെ കൊടുത്തു. നമ്മെ അലട്ടുന്ന പ്രശ്നം, ഞാൻ വീണ്ടും പറയുന്നു, എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. പരിഹാരം ബൈബിളിൽ ദൈവം തന്നെ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. ഒന്നില്ലെങ്കിൽ നാം നേരിടുന്ന പ്രശ്നത്തിന് പരിഹാരമായിട്ട് നാം ചെയ്യേണ്ട കാര്യം നേരിട്ട് പറയുന്നു. അതല്ലെങ്കിൽ എന്ത് ചെയ്തെന്നാൽ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകും എന്നുള്ള ചില ക്ലൂസ് നമുക്ക് ബൈബിളിൽ നിന്നും കിട്ടുന്നു.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യേശു തറപ്പിച്ചു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 14:1 വാക്യം നമ്മുടെ ഹൃദയത്തിൽ വളരെ നന്നായി രേഖപ്പെടുത്തപ്പെടട്ടെ. പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ യേശുവിൻ്റെ ഈ വാഗ്ദാനം ഓർക്കുക. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സകലത്തിൻ്റെ മേൽ അധികാരമുള്ള എൻ്റെ പക്കൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് എന്നോർക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ഈശോയെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത് ഇപ്രകാരമാണല്ലോ: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, സകലതും അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു. സകലതും സൃഷ്ടിച്ച വചനം തന്നെയായ യേശുവെ, അങ്ങിന്ന് ഞങ്ങളോടുകൂടി ജീവിക്കുകയാണല്ലോ. അങ്ങ് നൽകുന്ന ഈ ഉറപ്പ് ഞങ്ങളുടെ മനസ്സിൽ എന്നും ഉണ്ടാകട്ടെ. ഹൃദയം അസ്വസ്ഥമാകേണ്ട, പിതാവിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ